മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശി ആകെ തലപുകഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോൾ പ്രതാപൻ മുകളിൽ നിന്നും താഴേക്ക് സങ്കടത്തോടെ വരുന്നുണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു, അല്ല പ്രതാപ, നിനക്കൊരു വിഷമവുമില്ലേ? ഒരു ടെൻഷനും നിൻ്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. അമ്മ എങ്ങനെ ചോദിക്കാൻ തോന്നി എൻ്റെ മുഖത്ത് നോക്കി ഒരു ടെൻഷനുമില്ലാന്ന്? എടാ, ഇവിടെ ആ പെണ്ണ് കമലേശ്വരത്തേക്ക് തിരികെ പോകുന്നില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു മുത്തശ്ശി. അന്നേരം പ്രതാപൻ പറയുന്നു, അമ്മ എൻ്റെ ടെൻഷനും അതൊക്കെ തന്നെയാണ്. എടാ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ നിർബന്ധിച്ച് വിട്ടയച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? ആ പെണ്ണ് വീട്ടിലിരുന്ന് പോകും, പിന്നെ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. അതൊക്കെ ഓർത്ത് എനിക്ക് ആകെ ടെൻഷനാകുന്നു എന്ന് പറയുമ്പോൾ അമ്മ ടെൻഷൻ അടിക്കേണ്ട, നമുക്കൊന്നുകൂടി അവളോട് കാര്യങ്ങൾ സംസാരിച്ച് നോക്കാമെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് കരുണ വരുന്നു. ഓഹോ, അപ്പം രണ്ടാൾക്കും എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ തിടുക്കമായല്ലേ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട്. ദേ നോക്ക്, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ നോക്ക്. അവിടെ ഉണ്ണിമോൻ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? ആര് കാത്തിരുന്നാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നെ കാത്തിരിക്കുന്നത് ഉണ്ണിമോനൊന്നും ആകില്ല, മറിച്ച് ആ വീൽ ചെയറിലിരിക്കുന്ന കണ്ണനായിരിക്കും. കൂടാതെ അയാളുടെ മുഖം കാണാനും കൽപ്പന കേൾക്കാനായിട്ട് എനിക്കങ്ങോട്ട് പോകാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ ഒരു ഭാരമാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാമെന്ന് പറയുമ്പോൾ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട്. ദേ നോക്ക്, നിങ്ങളുടെ രണ്ടുപേരുടെയും വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത്. എന്നിട്ടിപ്പോൾ അതെനിക്ക് തന്നെ ഭാര്യയായി മാറിയിരിക്കുന്നുവെന്ന് കരുണ പറയുന്നു. ഞാനേ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. മഹാലക്ഷ്മി ആണെങ്കിൽ എൻ്റെ വേലക്കാരിയായിരിക്കുമെന്ന് കരുതി. ഇപ്പോൾ വെറും ലക്ഷ്മിയല്ല, അവളാണ് അവിടുത്തെ മഹാലക്ഷ്മിയായി വാണുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിയേട്ടൻ്റെ പേരിൽ അച്ഛൻ്റെ വക എന്തൊക്കെയോ സ്വത്തുക്കളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഇതുവരെ അതിൻ്റെ ഒരു തെളിവും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ കണ്ണച്ചാര് മാത്രമാണ് എല്ലാം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ വിഷമത്തോടെ കരുണ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിനി അങ്ങോട്ട് പോകാൻ വയ്യ എന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് ഞാനൊരു ഭാരമായെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ ഇത് കേട്ട് മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ച് പ്രതാപനും മുത്തശ്ശിയും വിഷമത്തോടെ കരുണയോട് സംസാരിച്ച് നോക്കുന്നുണ്ട്. ഒടുവിൽ കരുണ അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നുണ്ട്. അവിടേക്ക് മോഹിനി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നുണ്ട്. എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് മോഹിനിയോട് അവരുടെ കലി തീർക്കാൻ നോക്കുന്നുണ്ട്. അവൾ അവളുടെ മൂത്ത മോൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പോയതാ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുമ്പോൾ മോഹിനിയും ഉരുളയ്ക്കുപ്പേരി പോലെ കൊടുക്കുന്നുണ്ട് തിരിച്ചു മറുപടി. അന്നേരം പ്രതാപൻ അത് കലിയായി മോഹിനിയുടെ കരണത്തടിക്കാൻ നോക്കുമ്പോൾ മോഹിനി പ്രതാപൻ്റെ കൈ തടയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ലക്ഷ്മി മോളും കണ്ണനും പറഞ്ഞിരിക്കുന്നത് ഇനി എങ്ങാനും എന്നെ അടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ ഞാൻ ഇവിടെ നിന്നും പൊയ്ക്കോണോ, വേറെ വീട്ടിൽ താമസിച്ചോണോ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഭയങ്കര ചൂടായി നല്ല ബോൾഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് മോഹിനി. അതിനുശേഷം കാണിക്കുന്നത് കമലേശ്വരമാണ്. കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയോട് അച്ഛൻ കൈ ഉയർത്തിയപ്പോൾ അമ്മ കൈ തടഞ്ഞ് ബോൾഡായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. അത് കേട്ട് കണ്ണന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം കണ്ണൻ പറയുന്നു, ഇങ്ങനെ തന്നെ വേണം. അമ്മ അവിടുന്ന് ഇറങ്ങി വന്നാലും നമ്മുടെ കുറേ വിലാസം ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലേ, നമുക്കവിടെ താമസിപ്പിക്കാം അമ്മേ എന്നൊക്കെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നു. ആ സമയത്താണ് പ്രതാപൻ കരുണയെ കൂട്ടിക്കൊണ്ട് കമലേശ്വരത്തേക്ക് വരുന്നത്. എന്നിട്ട് പ്രതാപൻ ദുർഗാമ്മയോട് രഹസ്യമായിട്ട് ചോദിക്കുന്നുണ്ട്, അവരിവിടെ ഉണ്ടോയെന്ന്. അതായത് കണ്ണനും മഹാലക്ഷ്മിയും ഉണ്ടോയെന്ന് രഹസ്യമായിട്ട് ദുർഗാമ്മയോട് ചോദിക്കുമ്പോൾ ദുർഗാമ്മ പറയുന്നുണ്ട് അവരിവിടെ ഉണ്ടെന്ന്. അന്നേരം തന്നെ പ്രതാപൻ അയ്യോ എന്നാൽ ഞാൻ വേഗം പോട്ടെ എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ തന്നെ കണ്ണൻ അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. കണ്ണൻ നല്ല കണക്കിന് പ്രതാപന് കൊടുക്കുന്നു. ഇനി ഇമ്മാതിരി പ്രവൃത്തി വീണ്ടും എടുക്കാനാണെങ്കിൽ നിങ്ങൾ പിന്നെ പുറലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തട്ടിക്കൊണ്ട് പോയതും എൻ്റെ കാറിലേക്ക് ലോറി പാഞ്ഞു കയറിയതും നിങ്ങളുടെ ബുദ്ധിയാണെന്ന് എൻ്റെ വിശ്വാസം. നിങ്ങളിനി നോക്കിക്കോ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ മകളും ഇവിടുന്ന് പടിയിറങ്ങേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് കണ്ണൻ ചൂടാവുന്നുണ്ട്. അന്നേരം കരുണ പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ ബിസിനസ്സിലെ ശത്രുക്കൾ തന്നെയാവും ഇവളെ തട്ടിക്കൊണ്ട് പോയത്. വെറുതെ എൻ്റെ അച്ഛൻ്റെ തലയിലേക്ക് അതിടണ്ടെന്ന് പറയുന്നു. അത് കേട്ടതും കരുണയ്ക്കും കണക്കിന് കൊടുക്കുന്നുണ്ട്. കലി അടങ്ങാതെ കണ്ണൻ നീ വാ പൂട്ടിയിരുന്നോണം എന്നൊക്കെ പറയുന്നുണ്ട് കരുണയോട്. ഏറ്റവും ഒടുവിൽ കണ്ണൻ പറയുന്നു, ഞാനിതൊക്കെ പോലീസ് കേസാക്കാൻ പോകുക, നിങ്ങളെ ഒന്ന് കൊടുക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതും ഞെട്ടി നിൽക്കുന്ന പ്രതാപനെയും കരുണയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.